ഏതോ ഒരു സ്കൂളിനടുത്തെന്നോ മറ്റോ പറഞ്ഞെന്നാവും. എന്താ മാഡം, അയാള് പറയാറായിട്ടില്ല. എന്നാലും ഒരു ക്ലിയർ പിക്ചർ ഉടനെ കിട്ടുമെന്നാണ് പ്രതീക്ഷ. ഫാദർ പ്രാർത്ഥിക്കണം. തീർച്ചയായും. മേട്ടുംപുറം അല്ലെ? താമിക്കുന്ന മലയിൽ നിന്നും മേട്ടുംപുറത്തേക്കുള്ള തോമായുടെ പാലായനത്തിന് പിന്നിലുള്ള കഥകളാ ഇനി ചുരുളഴിയേണ്ടത്. പിന്നെ തോമ പോയ വഴികൾ. അയാളും കൊട്ടക്കട്ടത്തിനും തമ്മിൽ കണ്ടിരിക്കുവോ? പക്ഷേ ഇതിലേക്കുള്ള ദൂരത്തിന് വെറും 10 മിനിറ്റ് മാത്രം ദൈർഘ്യം. ഏതായാലും അത്ഭുത കഥയിലെ ഒരു അജ്ഞാത കഥാപാത്രമായി ഇതുവരെ നമ്മുടെ മുന്നിൽ നിന്ന തോമയുടെ വിശ്വരൂപം ഇപ്പൊ നമ്മുടെ കയ്യിലുണ്ടല്ലോ മാഡം. മേട്ടുംപുറത്തെ അന്വേഷണത്തിൽ ഇത് നമ്മളെ സഹായിക്കും. തോമ ഇന്ന് തന്നെ കസ്റ്റഡിയിലാവുമെന്നാണ് എന്റെ വിശ്വാസം. താങ്ക് യു മാഡം. പൊതുസ്ഥലത്താണോ ചീട്ടുകളി? ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നു സാറേ, ചുമ്മാ വെറുതെ ഇരുന്നപ്പോ. ഇവിടെ ഈ കുഴിവെട്ടുകാരൻ തോമയുടെ വീട് എവിടെയാ? കുഴിവെട്ടുകാരൻ തോമയോ? നിനക്കറിയോടാ? അറിയില്ല. അങ്ങനെ ആളും ഇവിടെ ഇല്ല സാറേ. പിന്നെ എങ്ങനെയാടാ ഉണ്ടടാ? സെന്റ് തോമസ് പള്ളിയിലെ കുഴിവെട്ടുകാരൻ തോമയെ നിനക്കറിയത്തില്ലയോടാ? ഇല്ല സാറേ. നീ ഈ നാട്ടിൽ വരുത്തനാ? അല്ല സാറേ, എന്റെ വീട് ചന്തക്കവരയില. ഈ പറയുന്ന തോമ കൊച്ചാലമൂട്ടിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കുന്ന ഇപ്പൊ മനസ്സിലായോ? അയ്യോ, അത് കുഴിവെട്ടുകാരൻ തോമയല്ല സാറേ, തോമസ് മുതലാളിയാ. തോമസ് മുതലാളിയോ? അതെ സാറേ. വെളുത്ത് പൊക്കമുള്ള നീണ്ട മൂക്കൊള്ള ഒരാളല്ലയോ, അത് തോമസ് മുതലാളിയാ. ആ കൊന്നയിലെ വീട് നിലയ്ക്ക് മേടിച്ച തോമസ് മുതലാളിയാ. ഈ നാട്ടിൽ ഈ ഒറ്റ തോമയുള്ളോടാ? കൊച്ചാലിമുട്ടിൽ വന്ന് താമസിക്കുന്നത് തോമസ് മുതലാളിയാ സാറേ. എവിടെയാടാ ഈ കൊന്നയിലെ വീട്? ആ വളവ് തിരിയുമ്പോ രണ്ടാമത്തെ വീടാ സാറേ, വലുത്. കറങ്ങിയിറങ്ങാതെ വീട് പോടാ. ശരി സാറേ. ഇതെന്ന മരുമായും കുഴിവെട്ടുകാരൻ തോമയ്ക്ക് തൊട്ടാരോ? ഏയ്, ഇത് നമ്മൾ അന്വേഷിക്കുന്ന തോമയാവില്ല ജോസേ. ഏതായാലും കാപ്പാ.
കുഴികെട്ടുകാരൻ തോമയുടെ കുബേരവേഷത്തിന് പിന്നിൽ ഒളിച്ചിരിക്കുന്ന രഹസ്യം എന്താണ്?